മോർണിംഗ് സർ. സുമി, എന്താ സർ? ഞാനൊരു സാധനം വിട്ടിട്ടുണ്ടായിരുന്നു. എന്ത് സാധനം സർ? ഫേസ്ബുക്കിൽ കയറിയല്ലേ? ഞാനൊരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, വേണ്ടത് ചെയ്തേക്കണം ഓക്കെ കേട്ടോ. എന്താ ഇന്നലെ ഒരാൾ റിക്വസ്റ്റ് അയച്ചു, ആക്സെപ്റ്റ് ചെയ്തപ്പോ മെസ്സേജ് വന്നു. നോക്കട്ടെ. വർക്കിംഗ് അറ്റ് ഇൻഫോ പാർക്ക്, ബിടെക് ഗ്രാജുവേറ്റ് ഫ്രം MG യൂണിവേഴ്സിറ്റി. കാണാൻ ചുള്ളനാണല്ലോ. നമുക്കൊരു റിപ്ലൈ കൊടുത്തേക്കാം. ഇനിയെല്ലാം നിന്റെ ഇല്ലാണ് മോളെ. How are you? എനിക്ക് ലൈൻ സെറ്റായി. യെസ്, പേര് സുമി, കോട്ടയത്താണ് വീട്, ബാങ്കിലാ ജോലി. കോട്ടയത്താ? കോട്ടയം സുമി. എടാ ആണാണോ പെണ്ണാണോ നോക്കട്ടെ, നിന്റെ കാര്യം എനിക്കൊരു ഡൗട്ട്. അത് പ്രൊഫൈൽ പിക്ചർ നോക്കി അറിഞ്ഞൂടെ ആളിയാ? പോയിന്റ്. അതിന് ഏതെങ്കിലും ഒരു ഫോട്ടോ ആളെ പറ്റിയാണ് പാട്. അത് പോയിന്റ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാ ഒരു കാര്യം ചെയ്യും, അവളോടൊരു വോയിസ് അയക്കാൻ പറയും. അത് പോയിന്റ്. വോയിസാ? അത് ചോദിക്കാവുന്നതാണ് അല്ലേ? ഞാൻ ചോദിച്ചിട്ടില്ല. ചോദിക്കും, ഇങ്ങനെയൊക്കെയല്ലേ തുടങ്ങുന്നത്. മിക്കവാറിപ്പോ ഒരു മാമന്റെ ശബ്ദം വരുവേ. എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്, അതൊന്ന് സഹായിച്ചു തരുമോ? എന്താ കാര്യം? എനിക്ക് നിന്റെ ശബ്ദം ഒന്ന് കേൾക്കണം, എനിക്കൊരു വോയിസ് ഇടൂ. അതെ രേവു, ഇത് കണ്ടോ? ഇതെങ്ങനെ അയക്കുന്നേ? ഓ, ഇത്രേ ഉള്ളോ? എടാ, മെസ്സേജ് ഒന്ന്. എന്താ സുല്ലേ ഞാൻ പറയണ്ടേ? നിക്കി, ഒരു സാധനം കേൾപ്പിക്കാം. സുമി, സുമി, സുമിയുടെ ശബ്ദത്തിന് സംഗീതത്തിന്റെ സൗന്ദര്യമാണ് സുമിയുടെ കണ്ണുകൾ പോലെ. റൊമാൻസ് അറിയാത്തവനാണ് ഇങ്ങനെയാടാ. അതൊന്നും കഴിക്കാത്ത? വിശപ്പില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, കഴിച്ചിട്ട് എന്നോട് മിണ്ടിയാ മതി, അതുവരെ ഞാനും കഴിക്കില്ല. അമ്മേ, ഇത്തിരി മീൻ ചാറ്. അമ്മ വിളിക്കുന്നു, വേമ്പോടാ. അമ്മ വിളിച്ചില്ലല്ല? ആരടത്? എന്റെ ഗേൾ ഫ്രണ്ട്. സപ്ലൈ അടിച്ചടക്കം നിനക്ക? പോടെ പാൽക്കുപ്പി പോയി പാല് കുടി. പോ. അമ്മേ, ബ്രോക്കറെ വിളിക്കണേ. ഹാ രാധേച്ചി, സുഖല്ലേ? എനിക്ക് ഓഫീസിൽ കുറച്ച് പണിയുണ്ടായിരുന്നു, അതാ ലേറ്റ് ആയത്. ഞാൻ ചായ എടുക്കാം. ജോലി കിട്ടിയ പിന്നെ ഇവിടെ ആളാകെ മാറിപ്പോയല്ലോ. അപ്പൊ ചേച്ചി, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ചേച്ചി കല്യാണത്തെ പറ്റി ഒന്നും ആലോചിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. അല്ല, ഇനിയിപ്പോ ജോലിയൊക്കെ ആയ സ്ഥിതിക്ക് ഇതങ്ങ് പെട്ടെന്ന് നടത്താം. അല്ല, സുമേഷിനോട് ആലോചിച്ചിട്ട് മതി കേട്ടോ. എന്താണ് മോനെ നിന്റെ പരിപാടികൾ? സ്മൂത്ത് ആയിട്ട് ഉണ്ട്. നമ്പർ കിട്ടിയാ? ഇവിടെ പൊട്ട നമ്പർ ചോദിക്കണ്ടേ? അപ്പൊ അറിയാലോ അവർക്ക് നിന്നെ വിശ്വാസം ഉണ്ടായില്ലേന്ന്. എങ്ങാനും ഉള്ള നമ്പർ എന്നാ മോനെ പരിപാടി സെറ്റാണ്. ആണല്ലേ? നമ്പർ ചോദിക്കാം. സുമി, ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ നമ്പർ ഒന്ന് തരൂ. കിട്ടൂ? അത് പറയാലേ. എന്നെ കിട്ട് തോറ്റി. ഇഷ്ടമുണ്ടല്ലേ? ചെറുതായിട്ട് ഉണ്ടാവും, ഇല്ല തരൂല. എന്നാലുണ്ട് വാവേ, നിന്റെ ഒരു ഭാഗ്യം. ആ മോനെ, നീ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അമ്മ ഒരു കാര്യം ചെയ്യ്, ആ ഫോണൊന്ന് സ്പീക്കർ ഇട്ടെ, ഞാൻ പറയാം. സുമി, അതെ, നിന്നെ ഇനി അങ്ങനെ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. നീ ആ കല്യാണത്തിന് സമ്മതിച്ചേക്ക്. സുമേഷേ, ഇതാ കാര്യമെങ്കിൽ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. അല്ല പിന്നെ നിന്നെ ആര് വന്ന് കെട്ടുംന്നാ? അതെ, കല്യാണത്തിന്റെ മുഴുവൻ ചെലവ് അവര് നോക്കിക്കോളാന്നാ പറഞ്ഞേക്കുന്നത്. പിന്നെ നിനക്കെന്താ പ്രശ്നം? ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ മതി. ഞാൻ നിന്നോട് പറഞ്ഞു എന്റെ കല്യാണം നടത്തി തരാൻ. പറ.
അതെ ഒരു ജോലി കിട്ടിയെന്നും പറഞ്ഞ് നീ വലിയ ആളാവാനൊന്നും നിൽക്കണ്ട. ഇതുവരെ നിന്റെ കാര്യങ്ങൾ നോക്കിയത് ഞാനും അമ്മയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞാൻ ആ കൃഷ്ണകുമാറിനെ വിളിച്ച് പറയാൻ പോവാ. അതെ അമ്മ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചോ. എവിടെ ഈ കല്യാണം നമ്മൾ നടത്തും. അത്ര തന്നെ. കാണാം. ആ കാണാം. ആ